ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു അലീനയുടെ അടുത്തേക്കും ബാലേന്ദ്രൻ്റെ അടുത്തേക്കും വരികയാണ്. അലീന മനുവിനെ കാണുമ്പോൾ തന്നെ വേഗം ചെന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. മനു വലിയ സങ്കടമാണ്. കാരണം അത്രയും വലിയൊരു ക്രൂരതയാണ് തൻ്റെ വീട്ടുകാരി അലീനയോട് ചെയ്തത് എന്ന് മനുവിന് അറിയാം. അപ്പോൾ മനു അതിൻ്റെ സങ്കടം പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നു, എനിക്കറിയായിരുന്നു എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇറക്കി വിട്ടത് അറിഞ്ഞിട്ട് മനുവേട്ടൻ എന്നെ അന്വേഷിച്ചു വരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മനുവാണെങ്കിൽ, നിന്നോട് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മാപ്പ് പറയുകയാണ്. അതിനുശേഷം മനു അലീനയും ഒക്കെ വിളിച്ച് കൃഷ്ണമോൾ ഓടുകയാണ്. കാരണം കൃഷ്ണമോൾ വലിയ സന്തോഷത്തിലാണ്. അലീനയെ തൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം, അതാണ് ഇതിൽ കാണിക്കുന്നത്. മനു നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ബാലങ്ങളും കൃഷ്ണമോളും അലീനയും കൂടി ഇങ്ങനെയൊരു സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താണെന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു ഹോട്ടലിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട് അത് എവിടെയാണെന്ന്. പിന്നെ എന്തിനാ ആ സ്ഥലമൊക്കെ അറിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, സ്ഥലം അറിഞ്ഞിട്ട് പല കാര്യങ്ങളും ഉണ്ട് എന്ന്. അതെന്ത് കാര്യമാണെന്ന് മനുവിനോട് ചോദിക്കുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, കൊച്ചച്ഛൻ എങ്ങാനും ആൾക്കാരെ കൂട്ടി അവിടെ ചെന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും. ഇനി അങ്കിൾ നോക്കിയിരിക്കുന്നത് കൊച്ചച്ഛൻ വിചാരിക്കണ്ട എന്ന് മനു പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി വൈജയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വൈജ ചാടിക്കടിക്കുന്നുണ്ട്. പിന്നെ രാജീവൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവർ രണ്ടും ബാലേന്ദ്രൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൂടിയിട്ട് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. ആ നശിച്ചോട് ബാലേന്ദ്രൻ്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാലാണ് എനിക്കാകെ ദേഷ്യം എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി. ഇതേ സമയം ബാലേന്ദ്രനും അലീനയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വൈജയുടെ മുന്നിൽ വെച്ച് തന്നെ അലീനയുടെ തോളിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ ഇവളീ വീട്ടിലെ ഹോം നേഴ്സല്ല, ബാലേന്ദ്ര മേനോൻ്റെ മകളാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടിത്തരിക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്രൻ്റെ മകളെന്ന് പറഞ്ഞാൽ വിചാരിച്ച് നീ എൻ്റെ മകളാവില്ല ഒരിക്കലും എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ആവുന്നുണ്ട്. പക്ഷേ അതിനുശേഷം മുത്തശ്ശിയെ കൊണ്ട് വൈജയന്തി വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതേസമയം ബാലേന്ദ്രനും അലീനയും തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുകയാണ്. കാരണം അച്ഛനും മകളും തമ്മിലുള്ള ഒരു ബന്ധം തന്നെ.